ഈ 10 വർഷക്കാലം ചൂണ്ടിക്കാണിക്കും. പാർലമെന്റിന്റെ ഒരു മലയാളി MP സ്ഥാനപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ഈ ലെഫ്റ്റുകാർക്ക് വേറെ കാര്യമില്ലെന്ന് എനിക്ക് ദുഃഖം തോന്നും. കാരണം പറയുന്നതൊക്കെ ഇന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു CAA കോൺഗ്രസ് ഒരു ശബ്ദമായിട്ടില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അതെന്റെ ഒരു അവകാശമായി ഞാൻ എഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ചു ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഡിബേറ്റ് വന്നപ്പോൾ ഞാനാണ് തർക്കിച്ച്. അത് കഴിഞ്ഞിട്ട് അമിത്ഷാ സംസാരിക്കുമ്പോൾ എന്റെ ഒരു തർക്കം നടത്തി. ഇതെല്ലാം സംഭവിച്ച ശേഷം കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അധ്യക്ഷനൊപ്പം ലഞ്ച് കഴിക്കുമെന്ന് മുഖ്യമന്ത്രി പറയാൻ ആരാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിലുണ്ട്, പോയി കാണട്ടെ. ഇതാണ് ഈ ലെഫ്റ്റുകാര്. ശരിക്കും ഞാൻ പറയട്ടെ, ഈ കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ചുരുക്കുമ്പോൾ അത് ഒരൊറ്റ പാർട്ടിക്ക് ഗുണം ചെയ്തു, അത് BJPക്ക് മാത്രമാണ്. അത് നിങ്ങൾക്കറിയണം. ലെഫ്റ്റുകാർക്ക് അറിയാം അവർക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല. നമ്മൾക്ക് മോദി സർക്കാരിന്റെ ആദ്യത്തെ ടേമില് എത്ര ലെഫ്റ്റ് MP മാരുണ്ടെന്ന് 5 or 6 ഉണ്ടായിരുന്നു. അവർ എന്താ ചെയ്ത്, എന്ത് എഫക്ട് ഉണ്ടായിരുന്നു, ആരാരുടെ അഭിപ്രായം കേട്ടത്, ഏതായിരുന്നു അവർ പ്രഭാഷണങ്ങൾ, പ്രധാനപ്പെട്ട പ്രഭാഷണം, നിങ്ങളെന്നെ നോക്കിക്കോളൂ. ഇത് എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു അസസ്മെന്റ്, ഒരു വിലയിരുത്തൽ നടത്തിക്കൂടെ? നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞ വാക്കുകളിലേക്ക് നടന്നാൽ അവരെ ഡൽഹിക്ക് അയക്കുന്നത് വെറും ഒരു വേസ്റ്റ് ആണെന്ന് ഞാൻ മര്യാദയോട് പറയും. അവർക്ക് ഇവിടെ ഞങ്ങളെതിരെ മത്സരിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. ഞങ്ങൾക്ക് അവരെതിരെ മത്സരിക്കാൻ സാധിക്കും. പക്ഷേ ഡൽഹിയിൽ ഒരു ദേശീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുമ്പോൾ മോദി സർക്കാരിന് എതിരെ ധൈര്യത്തോടെ നമ്മളെ ഓരോരോ വിഷയത്തിൽ നമ്മൾ മോദി സർക്കാരിനെ എതിർക്കുമ്പോൾ മോദി സർക്കാരിന് എതിരായി സംസാരിക്കുന്ന LDF സർക്കാർ എന്തിനാണ് ഞങ്ങളെതിരെ കുറിച്ച് നുണ പറയുന്നത്? ശരി, അവർക്ക് അവർ കഴിവിനെ കുറിച്ച് സംസാരിച്ചോട്ടെ, അതൊരു വിരോധമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് CA വിഷയത്തിൽ ലോക്സഭയിൽ പ്രതികരിച്ചത് ആരിഫ് മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി. അതല്ലേ ഞാൻ ചൂണ്ടിക്കാണുന്നത്. നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. CA ഡിബേറ്റ്, തെരൂർ കോൺഗ്രസ് എല്ലാം കിട്ടും, യൂട്യൂബും കിട്ടും, ആർട്ടിക്കിൾ കിട്ടും. ഇതാണ് സത്യം. ഞാൻ ചോദിച്ചത്, ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ ആളില്ലേ? സത്യം പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു എലിമെന്ററി റിസർച്ച് ചെയ്തിട്ടില്ല സംസാരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ നമ്മൾ എല്ലാ സ്ഥാനത്തിന് ബഹുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞത് പാർലമെന്റിൽ അങ്ങയുടെ പെർഫോമൻസ് മാത്രമല്ല പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ വിജ്ഞാപനം വന്നിട്ട് ദിവസങ്ങളായി, അതിനുശേഷം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഔദ്യോഗികമായ ഒരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗാർഗ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പരസ്യവിരുദ്ധമായി പറഞ്ഞു. ഒപ്പം തന്നെ ഈ പാർലമെന്റ് കാര്യമാണ് ഞാൻ കേട്ടത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസിനോട്. ആ ചോദ്യങ്ങൾ പറയുന്നത് ന്യായയാത്ര നടക്കുകയാണല്ലോ, ന്യായയാത്രയിൽ പോലും ഈ നിലപാട് വ്യക്തമാക്കുന്നില്ല, രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കുന്നില്ല. ഈ കഴിഞ്ഞ ഈ വിഷയം 2019 വിഷയം വന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചില്ല? ഇങ്ങനെയുള്ള അക്കമിട്ട് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നു. മറുപടി പറയുന്നേക്കാൻ ഞാൻ ഇവിടെ ഓടി നടക്കുകയാണ് പ്രചരണം ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ സാധിച്ചു. ഇതിനെക്കുറിച്ച് പലതും ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ പഠിച്ച് പറയാനും നമ്മുടെ പാർട്ടിയുടെ വാക്താവ് ഉണ്ടാവാൻ മറുപടി കൊടുക്കുക. ഞാൻ എല്ലാവരും ഇവിടെ LDF തർക്കം നടക്കാനാണ്. നമ്മൾക്കറിയാം, ഈ ശരിക്ക് ഭാരതത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDFനെ കുറിച്ചല്ല. അവർ സത്യം പറയുകയാണെങ്കിൽ ദേ ആർ ഇറലവന്റ് ടു ദിസ് ഇലക്ഷൻ. ഇത് BJP എതിർക്കുന്ന പാർട്ടികളുടെ ഗതിയിലാണ്. ആരാണ് ഈ ഭാരതം നയിക്കാൻ പോണത്? ആരാണ് ഈ ഭാരതത്തിന്റെ ഏത് സങ്കല്പമാണ് ഈ തവണ വിജയിക്കാൻ പോണത്? ഒരു മതം, ഒരു ജാതി, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു ഭാഷ, അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു സങ്കല്പമാണ് വേണ്ടത്? അതോ ഭാരതത്തിന്റെ ബഹുസ്വരത, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരും? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ബാക്കിയെല്ലാം അതിന്റെ ഒപ്പം നമ്മൾ എല്ലാം ചൂണ്ടിക്കാണിക്കുക, വിലക്കയറ്റം ചൂണ്ടിക്കാണിക്കുക, തൊഴിലില്ലായ്മ ചൂണ്ടിക്കാണിക്കുക, ന്യായത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുക, ഒക്കെ ചെയ്യാം. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സെൻട്രൽ ഇഷ്യൂവില് എന്താണ് ഇപ്പൊ ലെഫ്റ്റിൽ നിന്ന് ചെയ്യാനുള്ളത്? അവർക്ക് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ തമിഴ്നാട് ചെയ്യണ പോലെ നമ്മളെ പിന്തുണ തന്നിട്ട് BJPയെ തടുക്കാനുള്ള ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ മാത്രം വിലയിരുത്തലായിരിക്കുമോ? ലോക്സഭ അതല്ലേ? ലോക്സഭ എന്താണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോഴോ? അത് മാത്രമല്ല, ഇപ്പൊ 1 നേഷൻ 1 ഇലക്ഷൻ പറഞ്ഞിട്ട് അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ ടേമിനെ നിർത്തിയിട്ട് നേരത്തെ ഇലക്ഷൻ ചെയ്യാനാണ്. എല്ലാ ദിവസവും എല്ലാവരെയും ഇലക്ഷൻ ഒരുമിച്ച് വരാനായുള്ള റിപ്പോർട്ട് ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇറക്കിയിട്ടുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ മുഖചരിത്രം മാറ്റാൻ ശ്രമിക്കുകയാണ്. കുട്ടികൾ, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ വളർന്ന ഭാരതമായിരിക്കില്ല അവർ ഇനിയൊരു തവണ കൂടി ജയിച്ചു കഴിഞ്ഞാൽ. അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്?
കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഉണ്ടാവുമോ? സംസ്ഥാന സർക്കാരിനോട് ഇത് ചോദിക്കും. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മാത്രം ശ്രദ്ധ വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ പറയാം. അത് പിന്നെ പറയാൻ പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സമയം ലെഫ്റ്റിന്റെ എതിരെ നമ്മൾ ചിന്തിക്കാത്തത്? കാരണം നമുക്ക് അറിയാം ശരിക്കുള്ള ടാർഗറ്റ് ഡൽഹിയാണ്, നരേന്ദ്രമോദി സർക്കാരാണ്, അവരുടെ വിശ്വാസങ്ങളാണ്, അവരുടെ ഐഡിയോളജിയാണ്. അത് ഞങ്ങൾ മറക്കില്ല. തിരുവനന്തപുരത്ത് 2 തവണ ഒരു സെക്കൻഡിൽ വന്നതാണ്. അതുകൊണ്ട് ഞാൻ അവർ ഭയങ്കര പിന്നെ സീരിയസ് ആയി എടുക്കുന്നുണ്ട്. ഇതൊരു വെല്ലുവിളി എന്റെ മാത്രമല്ല, എന്റെ പാർട്ടിയുടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഭാരതത്തിന്റെ വെല്ലുവിളി. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഇറലവന്റ് ആണെന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്താത്ത മത്സരം ബി.ജെ.പി കോൺഗ്രസും തമ്മിലാണോ? അല്ല, എന്റെ പിന്നെ മണ്ഡലത്തിൽ 2 തവണ ഒരു സെക്കൻഡായി അല്ലേ. അതുപോലെ തന്നെ 2-3 സ്ഥലത്തിൽ അവർ നല്ലോണം പണം ഇറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രചരണം ചെയ്തു. അപ്പൊ അവരെ സീരിയസ് ആയി എടുക്കണം. കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എതിരാളികൾ നമ്മുടെ വേറെ ഭാഗത്ത് നമ്മളോട് സഹകരിക്കുന്ന ചില വിഷയങ്ങളിൽ സഹകരിക്കുന്ന എംപിഎസാണ്. അപ്പൊ അവിടെ മറ്റേ മണ്ഡലത്തിൽ ഉറപ്പമായിട്ട് അവരാണ് പിന്നെ എതിരാളികൾ. ഞാൻ തന്നെ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയാൻ നമ്മൾ ദേശീയ ചിത്രം നോക്കുകയാണെങ്കിൽ, ഭാരതത്തിന്റെ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ LDF is not a factor. താങ്കളുടെ മുഖ്യ എതിരാളി ബി.ജെ.പി. ഞാനിത് ത്രികോണ മത്സരമായിട്ടാണ് കാണുന്നത്. ഞാൻ 2 പേരെയും അറിയാം. പന്നിയൻ രവീന്ദ്രനെ 15 വർഷമായി കാണുന്നു. അദ്ദേഹമായിരുന്നു സിറ്റിംഗ് MP ഞാൻ വന്നപ്പോൾ. അദ്ദേഹം എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഈ പ്രസ് ക്ലബ് മുതൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ അദ്ദേഹത്തെ കാണാറുണ്ട്. നമ്മൾ ചായ കുടിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒരു എതിർപ്പില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ കാണുന്നു. രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ഇവിടെ സ്വാഗതം പറയുന്നു. പക്ഷേ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിന്റെ അർത്ഥം ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും. ഈ ത്രികോണ മത്സരത്തിൽ ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, ആരാണ് അവരുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാൻ പോകുന്നത്, ആരാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്, ആരാണ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ മൂല്യങ്ങളുടെയും ഒരു പ്രതിനിധിയാവാൻ പോകുന്നത്, ഇതെല്ലാം ജനങ്ങൾ ചിന്തിക്കണം. അത് ചിന്തിച്ച ശേഷം ഒരൊറ്റ ചോദ്യം. ഇപ്പൊ അങ്ങ് വിശ്വപൗരനാണ്, നയതന്ത്ര വിദഗ്ധനാണ്, മികച്ച പാർലമെന്റേറിയനാണ്. ഇപ്പോ 15 വർഷമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതികരിക്കുന്നതാണ്. ഇത് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതേ അങ്ങ് തന്നെ AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അങ്ങയുടെ അടുത്തിരിക്കുന്ന പാലോട് രവി പോലും അങ്ങേക്കൊപ്പം നിന്നില്ല. അതിലെന്താണ് ആ ഇരട്ടത്താപ്പ്? അത് എല്ലാവർക്കും ഈ കാര്യത്തിൽ സംഘടനത്തിന്റെ വിഷയത്തിൽ അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവാം. അതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പാർട്ടിയുടെ അകത്ത് നമ്മുടെ ജനാധിപത്യം ഇറക്കുമ്പോൾ പാർട്ടിയുടെ അകത്തുള്ള ചില വിചാരങ്ങളും ചില ചിന്തകളും ഉണ്ടാവും. അത് എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ആകെ 1300 വോട്ടോ വരെ കിട്ടിയുള്ളൂ, എനിക്കറിയാം. പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരേ പാർട്ടി തന്നെയാണ്. അതാണ് പാർട്ടിയുടെ അകത്തൊരു തെരഞ്ഞെടുപ്പ് നടത്തണം ഞാൻ ആവശ്യപ്പെട്ടത്. അത് പാർട്ടിയെ ഭിന്നിക്കാനല്ല, പാർട്ടിയുടെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാനും പാർട്ടിയുടെ അകത്തുള്ള ഒരു ചർച്ച നടത്താനും. അതിൽ ഞാനൊരു പരാജയം കണ്ടിട്ടില്ല. ജനങ്ങൾ നല്ലോണം ഈ വിഷയങ്ങളെ കുറിച്ച് ശ്രദ്ധ വെച്ചു, സംസാരം നടന്നു, ഒരു ചേണിങ് ഉണ്ടായിരുന്നു പാർട്ടിയുടെ അകത്ത്. അതെനിക്ക് വലിയൊരു ദുഃഖവും തോന്നുന്നില്ല.